ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സന്തോഷമുള്ള ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ശീലിപ്പിക്കുവാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ, നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കനിവാർന്ന ചിന്തകൾ നമുക്ക് പകർന്നു തരുവാൻ മനസ്സ് വച്ചിരിക്കുന്ന ദൈവിക വചസ്സിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് വചനകേൾവിക്ക് അതീവ താല്പര്യത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ കർത്താവിനെ, നമ്മുടെ രക്ഷിതാവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനും വഴികാട്ടിയുമായ മഹാദൈവത്തെ മനസ്സു തുറന്ന് സ്തുതിസ്തോത്രയാഗങ്ങളാൽ സകല പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവിക ചിന്തയ്ക്കായി നമ്മൾ ഒരുങ്ങുകയാണ്. തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇരമ്യാ പ്രവചനത്തിൻ്റെ 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇരമ്യാ പ്രവചനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. പ്രധാനപ്പെട്ട സെൻറ്റൻസ്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഇരമ്യാവിനെ ദൈവമായ കർത്താവ് ഒരുക്കി തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷക്കാരനാക്കാൻ ഒരായുധം രാഗി മിനുക്കിയെടുക്കുന്നത് പോലെ ഒരുക്കിയെടുക്കുന്ന ഒരു അധ്യായമാണ് 1-ാം അധ്യായം. ഇരമ്യാവ് പുരോഹിത വംശത്തിൽ ജനിച്ച ഒരു പുരോഹിതനായിരുന്നു. പുരോഹിതൻ്റെ മകനായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് ജീവിതത്തിൻ്റെ വിളി അനുസരിച്ച് മുന്നോട്ട് പോകാൻ നിയമിക്കപ്പെട്ടവനായ മനുഷ്യൻ. ആ മനുഷ്യനെ ദൈവമായ കർത്താവ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കപ്പുറം പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ തുടങ്ങിയ ദൈവം പദ്ധതി ആരംഭിച്ചു എന്നാണ് ഈ 1-ാം അധ്യായത്തിൽ കാണുന്നത്. 1-ാം അധ്യായത്തിനകത്ത് ഇരമ്യാവിനെ ദൈവമായ കർത്താവ് പറഞ്ഞുറപ്പിക്കുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയും ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് വേണ്ടി ഇരമ്യാവിനെ ആക്കി തീർക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠകരമായിരിക്കുന്ന പല പദങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 1-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പൊതുയോഗങ്ങളിൽ പോലും ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, തിരുവെഴുത്തിൽ കാണുന്ന മഹാദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മളീ പറയുന്ന നമ്മെ സ്നേഹിക്കുന്ന ആത്മാക്കളുടെ ഉടയവനായ സർവകൃപാലുവായ ദൈവത്തിൻ്റെ പ്രത്യേകത, ആ ദൈവം പ്രോത്സാഹനങ്ങളുടെ ദൈവമാണ്. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ, ഒരു മനുഷ്യനെ ഉപയോഗിക്കണമെന്ന് ദൈവം ലക്ഷ്യം വെച്ചാൽ, ഒരു മനുഷ്യനെ സഹായിക്കാൻ ദൈവം പ്ലാൻ ചെയ്താൽ, ആ മനുഷ്യനെ ദൈവമായ കർത്താവ് തനിക്കായി വേർതിരിച്ചാൽ ദൈവം അവനെ നിരാശപ്പെടുത്തിയേല, 1-2 പറഞ്ഞവനെ ഒതുക്കാൻ നോക്കിയേല, പ്രോത്സാഹിപ്പിക്കും, ധൈര്യപ്പെടുത്തും. ഇത് എല്ലാ ആളുകൾക്കും ഒരു മാതൃകയാണ്. ദൈവമാണ് നമ്മുടെ എല്ലാറ്റിൻ്റെയും മാതൃക. നിങ്ങൾ മക്കളെ വളർത്തുന്ന ആളുകളാണോ? നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണോ? നിങ്ങൾ ചിലരെ ജോലിക്ക് വെച്ചിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉടമകളാണോ? നിങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നോർത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആരുകളാട്ടെ, കുഞ്ഞുങ്ങളോ മുതിർന്നവരോ ആരുമാകട്ടെ, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. എന്നും അവരെ നിരാശപ്പെടുത്തിയും ശപിച്ചും ഒതുക്കിയും നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ പോയി നോക്ക്, ഒത്താ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യുക, ഈ വക വാക്കുകളാൽ നിരുത്സാഹപ്പെടുത്താതെ ദൈവത്തിൻ്റെ രീതി പ്രോത്സാഹനം കൊടുക്കുകയാണ്. ദൈവത്തിന് എല്ലാറ്റിനും നിയമമുണ്ട്. കർക്കശക്കാരനാണ്. പക്ഷേ ഒരു മനുഷ്യനെ ദൈവം പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഞാൻ വേദപുസ്തകത്തിൽ മറ്റാരും പ്രോത്സാഹിപ്പിച്ച് കണ്ടിട്ടില്ല. കൂടെ നിൽക്കും, ശാസിക്കേണ്ടിടത്ത് ശാസിക്കും, പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കും, കൈ പിടിക്കേണ്ടിടത്ത് കൈ പിടിക്കും, കൈ താങ്ങേണ്ടിടത്ത് കൈ താങ്ങും, ചുമലിൽ വഹിക്കേണ്ടിടത്ത് ചുമല് വഹിക്കും, കൊടുക്കേണ്ടതൊക്കെ കൊടുക്കും. ശക്തിയോ കൃപയോ ബലമോ മഹത്വമോ എന്തു വേണം ഇതെല്ലാം കൊടുക്കും. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഏത് തളർന്നവനെയും സ്വർഗത്തിലെ ദൈവം ധൈര്യപ്പെടുത്തും. ഈ എബ്രായ ലേഖനത്തിൻ്റെയൊക്കെ ഉള്ളടക്കം അവർ മനസ്സ് തളർന്നുപോയ ആൾക്കാരായിരുന്നു, നിരാശയിലേക്ക് എത്തിയതാണ്. പക്ഷെ ദൈവം എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരനെ കൊണ്ട് പല കാര്യങ്ങൾ ഓർപ്പിച്ചും പല കാര്യങ്ങളും പറഞ്ഞും പ്രോത്സാഹിപ്പിച്ചു.
നമ്മുടെ ഗിദയോൻ കരിവേലകത്തിൻ്റെ ചോട്ടിൽ കിടക്കുമ്പോൾ മനസ്സ് തണുത്ത് മരവിച്ചിട്ട് ജീവിതം പോലും മടുത്ത ദൈവാശ്രയ ബോധം വിട്ടുകളഞ്ഞ മനുഷ്യനായിരുന്നു. ഒരു ദൂതനെ പറഞ്ഞയച്ച് പ്രോത്സാഹിപ്പിച്ചു. ആ വിളിക്കകത്ത് തന്നെ എന്ത് പ്രോത്സാഹനമായിരുന്നു! യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ അങ്ങ് അടിമയായി പെട്ടുപോയവനായിരുന്നു. ലാബാൻ എന്ന തന്ത്രശാലി യാക്കോബിനെ ഉപയോഗിച്ച് അവിടെ ഇട്ട് മുരടിപ്പിക്കാൻ നോക്കിയതായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. പഴയ വാക്കുകളും വാഗ്ദത്തങ്ങളും ഒക്കെ പറഞ്ഞ് ഞാൻ ബഥേലിൻ്റെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് ഓർപ്പിച്ചങ്ങ് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഓരോരുത്തരെയും മോശ ഒഴിഞ്ഞു മാറാൻ എത്ര വട്ടം ശ്രമിച്ചതാ. മോശയെ ദൈവമായ കർത്താവ് ശാസിച്ചും അമർച്ച ചെയ്തും കണ്ണുരുട്ടി കാട്ടിയല്ല, അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ദൈവം വേറെയില്ല. നിങ്ങൾ ദൈവത്തെ അടുത്തറിഞ്ഞു നോക്ക്. നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ അല്പസമയം നിന്ന് നോക്ക്. നിങ്ങൾ ദൈവത്തോടൊന്ന് സംസാരിച്ച് നോക്ക്. സ്വർഗത്തിലെ ദൈവം ഒരു ജീവിതം തന്നിട്ട് ഒരിക്കലും ശപിക്കുകയില്ല, ഒരിക്കലും താഴ്ത്തിക്കെട്ടിയല്ല, ഒരിക്കലും ചവിട്ടിത്താഴ്ത്തിയല്ല. ജീവിതം തന്നവൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവമാണ്. ഈ കർത്താവിൽ തന്നെ ആശ്രയിക്ക്. ഞാനത് അനുഭവിക്കുന്നു. എല്ലാവരും നിരുത്സാഹപ്പെടുത്തുമ്പോൾ, എല്ലാവരും നിരാശപ്പെടുത്തുമ്പോൾ, നിനക്കത് ഒക്കുകയില്ല, നിനക്കത് കഴിയുകയില്ല, നിനക്കത് കിട്ടിയല്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൻ്റെ അകക്കോണിലിരുന്നുകൊണ്ട് ദൈവം പറയും, ഞാനല്ലേ നിൻ്റെ കൂടെയുള്ളേ, ഞാനല്ലേ തീരുമാനിക്കുന്നത്, ഞാനല്ലേ നിയന്ത്രിക്കുന്നത്, നീ മുന്നോട്ട് പോ എന്ന് പറഞ്ഞ് ചെങ്കടൽ തീരത്ത് നിന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ, അല്ലെങ്കിലും നിന്നെ കൊണ്ടിറങ്ങിയാൽ ഇങ്ങനെയാണ്, ഒന്നും അറിയാത്തവൻ മണ്ടൻ എന്നൊന്നും പറഞ്ഞില്ല, പ്രോത്സാഹിപ്പിക്കുക, മുന്നോട്ട് പോ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുക. ഏത് അപകടവേളയിലും ഏതില്ലായ്മയുടെ നടുവിലും ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ദൈവമില്ല. പരീക്ഷ എഴുതാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നവനെ, നിങ്ങൾ മറ്റാരുടെ വാക്കിനേക്കാൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്ക്. ദൈവം പ്രോത്സാഹനങ്ങളുടെ ദൈവമാണ്. അതല്ല ഇന്നത്തെ ദൂതിൻ്റെ ഉള്ളടക്കം. ഇതൊരാമുഖമായി പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. ആരോടൊക്കെയുള്ള ധൈര്യപ്പെടുത്തുന്ന വാക്കാ. വീടിനകത്ത് നിന്ന് തന്നെ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാലും നീ അതൊന്നും പേടിക്കരുത്. ദൈവമാണ് തീരുമാനിക്കുന്നത് കേട്ടോ. പ്രോത്സാഹനങ്ങളുടെ ദൈവത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ ആ എടുത്തു പറഞ്ഞ വാക്കൊന്ന് പറയാം. യിരെമ്യാവിനെ പ്രോത്സാഹിപ്പിക്കുക. ആ സമയത്ത് യിരെമ്യാവ് ഒരു യാഥാർത്ഥ്യം പറയുക. അയ്യോ, എനിക്ക് സംസാരിക്കാൻ അറിയില്ലപ്പാ, ഞാൻ ബാലനാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ബാലനായിരിക്കുന്ന സമയത്താണ് ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ദൈവം അവനോട് പറയുക, ഡാ മോനെ, നീ ബാലനാന്ന് പറയരുത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. അതെന്താ, ബാലനായിരിക്കുന്ന ആൾ പിന്നെ ബാലനെന്നല്ലേ പറയണ്ടേ? പക്ഷെ ദൈവം ഇവിടെ സത്യം പറയുക, നീ ബാലനാണ്, പക്ഷെ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. നിൻ്റെ പരിസ്ഥിതികൾ, നിൻ്റെ ചുറ്റുവട്ടങ്ങൾ, നിൻ്റെ സാഹചര്യങ്ങൾ, നിൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അത് നീ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അത്രയേ ഉള്ളൂ ഇവിടെ ദൈവത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളോടും അല്ല നമ്മളോട് ഇന്ന് ഈ വാക്ക് വെച്ച് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചിന്തിക്കുക, പറയുക. എന്ത്, നമുക്കൊക്കെ ഒരുപാട് ഇതുപോലെ യിരെമ്യാവ് പറയുന്നത് പറയാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടേക്കാം. എൻ്റെ കാശില്ല, എൻ്റെ കുടുംബം ചെറുതാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് ഭാഷ അറിയില്ല, ഞാൻ പോയിട്ടില്ല, എന്നേക്കാൾ മിടുക്കരുണ്ട്, എനിക്ക് രോഗമുണ്ട്, ഞാനൊരു വിധവയാണ്, എനിക്ക് കാശില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുക, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ, ഞാനെടുത്ത തീരുമാനം പാളിപ്പോയതാ, അയ്യോ ഞാനൊരു അപശകുനമാണ്, ഞാൻ ചെയ്തതൊക്കെ പരാജയമാണ്. എന്തെല്ലാം കാര്യം ഈ യിരെമ്യാവ് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളതും ചില്ലിട്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയല്ലേ. എന്തെങ്കിലും ഒരു കാര്യം മുമ്പിലേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ പുറകോട്ട് വലിയല്ലേ. അതിൻ്റെ കാരണം നമ്മൾ നമ്മളെ കണ്ട കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. യാഥാർത്ഥ്യമാണ് ബാലനാന്നുള്ളത്. യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ പൊളിഞ്ഞു എന്നുള്ളത്. യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ ലൈഫിനകത്ത് ചില പ്രശ്നങ്ങൾ വന്നു എന്നത്. യാഥാർത്ഥ്യമാണ് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് ജയിച്ചില്ല എന്നുള്ളത്. യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ചില ബുദ്ധി കുറവാണെന്നുള്ളത്. യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ ജീവിതം ഡിവോഴ്സിലെത്തി നിൽക്കുന്നു എന്നത്. യാഥാർത്ഥ്യമാണ് നല്ല പ്രായത്തിൽ നിങ്ങളിൽ ആരോ വിധവയായി എന്നുള്ളത്. യാഥാർത്ഥ്യമാണ് നീ ഒറ്റയ്ക്കാണ് എന്നത്. യാഥാർത്ഥ്യമാണ് നിൻ്റെ 2 കുഞ്ഞുങ്ങളും പ്രതീക്ഷിച്ചതുപോലെ അല്ല എന്നത്. നീ കേട്ടത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ ദൈവം പറയുന്നു, നീ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കരുത്, നീ അത് 4 പേരെ വിളിച്ച് പറയരുത്. അപ്പോൾ ഇതൊന്നും പറയണ്ടേ പാസ്റ്ററെ, ദൈവം പറയുന്ന കേൾക്ക്.
നീ ബാലനാണ്, എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ചൊറിയുണ്ട്, എനിക്ക് ചുണങ്ങുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ നിൻ്റെ കാഴ്ചപ്പാടിനകത്ത് നീ ഒതുങ്ങിപ്പോകും. എന്നാൽ സ്വർഗം പറയുന്നു, ബാലനാന്നുള്ള സത്യം അവിടെ കിടക്കട്ടെ, നീ അത് പറയാതിരിക്കുക. ഞാൻ നിന്നെ വലിയവനാക്കാം, ഞാൻ നിൻ്റെ വായിൽ ദൂത് തരാം, ഞാൻ നിനക്ക് പ്രോത്സാഹനം തരാം, ഞാൻ നിന്നെ ഉപയോഗിക്കാം. ഒരു മുതിർന്നവനെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ ബാലനായ നിന്നെ ഞാൻ പ്രയോജനപ്പെടുത്താം. അതെന്താ? ദൈവത്തിന് മുതിർന്നവരെ ആരെയും കിട്ടത്തില്ല, ഈ കൊച്ചി ഇറക്കനെ മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ ചിന്ത ഇതൊക്കെ കേട്ടോ, ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ 1000 വട്ടം ചിന്തിക്കും. അതിനൊന്നും മറുപടിയില്ല. എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. അത് ബാലനായാലും അതിനി അല്പം വൈകല്യമുള്ളവനാണെങ്കിലും എൻ്റെ കർത്താവിന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിന്നേക്കാൾ മിടുക്കനുണ്ടോ, നിന്നേക്കാൾ കാര്യപ്രാപ്തിയുള്ളവനുണ്ടോ, നിന്നേക്കാൾ ശബ്ദമുള്ളവൻ, ചാതുര്യമുള്ളവൻ, അംഗവൈകല്യമില്ലാത്തവൻ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ലെന്ന് സ്വർഗം പറയുന്നു. നീ അത് പറയാതിരുന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. നിൻ്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ പറഞ്ഞോട്ടെ, കൊച്ചി ഇറക്കം വന്നിരിക്കുന്നു, ഒന്നും അറിയാത്തവൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എന്തും പറഞ്ഞോട്ടെ, അവർ പറയുന്ന വിഷയമല്ല, നീ പറയുന്നതാ വിഷയമെന്ന്. അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കണം, നീ നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഒന്നോടെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ഒന്നോടെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മ പറഞ്ഞിട്ടേ ഈ പറയുന്നേ. നീ നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു? കുറവുകൾ മാത്രമാണോ? ബലഹീനത മാത്രമാണോ? ഇല്ലായ്മകൾ മാത്രമാണോ? അതിനകത്താണോ നിന്നെ തളച്ചിട്ടിരിക്കുന്നേ? മേലിൽ പറയരുത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്നു, നീ ബാലനാന്ന് ഇനി പറയരുത്. നിൻ്റെ കുറവും പോരായ്മയും, പൊക്കത്തിൻ്റെ കുറവും, ജീവിതത്തിൻ്റെ കുറവും, വന്നുപോയ വീഴ്ചയൊന്നും പറയരുത്. നിന്നെ കർത്താവ് കണ്ടു, ഏറ്റെടുത്തു, നീ ദൈവമായിട്ടൊരു ധാരണയിലെത്തി, നീ നിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, നീ ദൈവത്തിൻ്റെ പൈതലായി, ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് നീ നിൻ്റെ പോരായ്മകളൊന്നും ഇനി നിന്നോടോ മറ്റാരോടോ പറയരുത്. ലോകമെന്തും പറഞ്ഞോട്ടെ, അത് ദൈവം തട്ടിക്കളഞ്ഞോളും. നീ നിന്നെക്കുറിച്ച് നല്ലത് മാത്രം പറ. പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എല്ലാറ്റിനും ഞാൻ കൊള്ളാമെന്ന് പറ. ബാക്കി ദൈവം ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ കർത്താവിനെ പോലെ മനുഷ്യൻ ഇത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നൊരു ദൈവം വേറെ ഇല്ലല്ലോ. ഞങ്ങളുടെ യാഥാർത്ഥ്യങ്ങളാണ് പലതും. ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ പഠിച്ചില്ല, ഞങ്ങൾ പരീക്ഷയ്ക്ക് ജയിച്ചില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി പ്രശ്നമുണ്ടായി, ഞാൻ ചിലരുമായിട്ടൊക്കെ ചില പ്രതിസന്ധി എത്തി. യാഥാർത്ഥ്യമാണ്. പക്ഷെ എൻ്റെ ദൈവമേ, യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം ദൈവം ചിലത് കണ്ടിട്ടുണ്ട്. ഞാൻ ബാലനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ആ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം സ്വർഗം കണ്ട ചില കാര്യങ്ങൾ അത് നടക്കാൻ പോവുക. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ കമാൻഡിങ് ഞങ്ങൾ അംഗീകരിക്കുന്നു. എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, കയ്യിൽ പണമില്ല, ഭാഷാ നൈപുണ്യമില്ല, ഇതൊന്നും ഇനി പറയില്ലപ്പാ. ആളുകൾ പറഞ്ഞതൊന്നും ഞങ്ങൾ കേൾക്കില്ല, നിനക്കത് കിട്ടില്ല, പലർക്കും കിട്ടിയിട്ടില്ല, നീ എങ്ങനെ പോകും, നിനക്ക് കിട്ടാൻ ഇല്ലപ്പാ, പറയില്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാ, ഞാൻ ദൈവത്തിൻ്റെ മകളാ. ഞാൻ ഈ പറയുന്ന വചനം കേൾക്കുന്ന എല്ലാവരും ഇപ്രകാരം അങ്ങേ വിശ്വസിക്കുമ്പോൾ പ്രോത്സാഹനങ്ങൾ തന്ന് യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം ചില നന്മകൾ കരുതി വച്ചിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ കിട്ടും ഈ ഫെബ്രുവരി മാസം. ദൈവമേ, ഞങ്ങളതിനു വേണ്ടി ഒരുങ്ങുകയാണ്. ഇരമ്യാവിൻ്റെ ദൈവമേ, പ്രവാചകന്മാരുടെ ദൈവമേ, അപ്പോസ്തലന്മാരുടെ ദൈവമേ, വിശുദ്ധന്മാരുടെ ദൈവമേ, അവരെ പ്രോത്സാഹിപ്പിച്ച് ധൈര്യം കൊടുത്ത ദൈവമേ, ഞങ്ങളെ കൂടെ ധൈര്യം തന്ന് ബലപ്പെടുത്തി എത്തേണ്ടിടത്ത് എത്തിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.